ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ചെമ്മീൻ റോസ്റ്റാണ്. ഇതും എൻ്റെ അമ്മയുടെ തന്നെ സ്പെഷ്യൽ ഡിഷാണ്. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ 2 മീഡിയം സൈസ് സബോള കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നല്ലപോലെ ബ്രൗൺ കളറാവുന്ന അവിടം വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായുള്ള സാധനങ്ങളെ പരിചയപ്പെടാം. 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കഴുകി അതിനകത്ത് നാരെല്ലാം കളഞ്ഞ് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് ഇതിട്ട് നല്ലപോലെ തിരുമ്മി ഒരു 15 മിനിറ്റ് വെച്ച ശേഷമാണ് ഞാൻ ചെമ്മീൻ എടുക്കുന്നത്. 15 കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ തലേ ദിവസം തിരുമ്മി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കിന് എടുക്കുവാണെങ്കിലും ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ ആവശ്യമായത് 2 ചെറിയ തക്കാളിയാണ്. അത് സ്ക്വയറായിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. കരിവേപ്പില യൂസ് ചെയ്യുക. 5 പച്ചമുളകാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. 5 പച്ചമുളക് നടുവേ കീറിയേക്കുന്നതാണ്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഇടുന്ന സമയത്ത് ഞാൻ അളവ് പറഞ്ഞു തരാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു കുടംപുളി ഞാൻ 3ആയിട്ട് മുറിച്ചിട്ടേക്കുന്നതാണ്. കഴുകി വെച്ചേക്കുന്നതാണ്. 3ആയിട്ട് കീറിയിട്ടേക്കുന്നതാണ്. ഇപ്പം സബോള ഏകദേശം പരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചമുളകിനകത്തുനിന്ന് പകുതി പച്ചമുളക് ഇടുകയാണ്. ലാസ്റ്റാണ് ബാക്കി ഇടുക. അതുപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് വാടുന്നവിടം വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂണ്, അളവ് കാണാലോ, 1 ടേബിൾ സ്പൂണ് ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവിടം വരെ വഴറ്റിയെടുക്കുക. ഇനി നമ്മളിടുന്നത് മുളക് പൊടിയാണ്. ഈസ്റ്റേണിൻ്റെ എരിവുള്ള മുളക് പൊടിയാണ്. 3 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. 2ാമത്തെ സ്പൂണ്, ഇനി 1 സ്പൂണും കൂടെ, 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി ചില്ലി ഈസ്റ്റേൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണും കൂടെ. അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 1 ടീസ്പൂണും കൂടെ നമ്മളത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി പച്ചക്കുത്ത് മാറുന്നവിടം വരെ വഴറ്റിയെടുക്കുക. മുളക് പൊടി നല്ലപോലെ വാടി പച്ചക്കുത്ത് മാറിക്കഴിയുമ്പം നമ്മളതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കും. ഉപ്പ് ചേർക്കുമ്പം ഉപ്പ് കൂടി പോകരുത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ചേർക്കാവുള്ളൂ. ചെമ്മീൻ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടേക്കുന്നതാണ്. തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കുടംപുളി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണ തെളിയുന്ന അവിടം വരെ തക്കാളി വഴറ്റി കൊടുക്കുക. എണ്ണ തെളിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ട ശേഷം ഗ്രേവി അതിൽ യോജിക്കുന്ന കണക്ക് പയ്യെ ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കരുത്. സോഫ്റ്റായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ നല്ലപോലെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനകത്തോട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും.
ഇനി തുറന്ന് വെച്ച് വെള്ളം വറ്റുന്ന അവിടം വരെ നമ്മളത് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. തീ കുറച്ച് വെച്ച് തന്നെ വരട്ടിയെടുക്കുക. ഇനി നല്ലപോലെ വരട്ടിയെടുക്കുകയാണ്. അതിനകത്തെ വെള്ളം മുഴുവനും ഡ്രൈ ആക്കണം. അതിന് തീ കുറച്ച് വെച്ച് തന്നെ നമ്മൾ പയ്യെ ഇളക്കി കൊടുത്ത് അത് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. അത് നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ പുളിയും ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിന് നല്ല അതിലൊക്കെ പിടിച്ച് നല്ല കോട്ടിങ് പോലെ ആവും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പാകം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കരിവേപ്പിലയും അതുപോലെ ബാക്കിയുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് ഓഫാക്കി വാങ്ങുകയാണ്. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, നന്നായിരുന്നു. എരിവൊക്കെ കണക്കാണോ? സൂപ്പർ. പുളിയോ? അടിപൊളി, സൂപ്പർ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching. Thank you.